ഒരുവൻ ദരിദ്രനായി പോയി എന്നതുകൊണ്ട് ദരിദ്രനെ നീ ഉപദ്രവിക്കരുത്. അനാഥനെ നിന്റെ പടിവാതിൽക്കൽ നിന്ന് അവഗണിക്കുകയും അരുത്. സദൃശ്യവാക്യങ്ങൾ 22:21. പ്രിയരെ, സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആളുകളോടുള്ള കർത്താവിന്റെ വിചാരങ്ങളാണ് ഈ വാക്യങ്ങൾ. കർത്താവിന്റെ ജനന സമയത്ത് കാലിത്തൊഴുത്ത് തേടി പോകുന്നതും ഈ കരുതലിന്റെ ഭാഗമാണ്. മറ്റാരും അഭയം നൽകാനില്ലാത്ത സമയത്ത് കർത്താവിന് അഭയം നൽകിയത് ആട്ടിടയന്മാരാണ്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആളുകളോടുള്ള കർത്താവിന്റെ അനുകമ്പ നമുക്കിവിടെ വ്യക്തമാണ്. എന്നാൽ കർത്താവിന്റെ മക്കളായ നാം ഇന്ന് ഈ അനുകമ്പ വച്ചു പുലർത്തുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തിയേറിയ ഒരു ചോദ്യമാണിത്. കൂടെ വസിക്കുന്ന നിർധരരോട് അനുകമ്പ തോന്നുന്നതും അവരുടെ നിസ്സഹായതയിൽ അവർക്ക് താങ്ങാകുന്നതും ദൈവികമാണ്. വിശന്നിരിക്കുന്ന ഒരു കുഞ്ഞിന് തൻ്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവരുന്ന ആളാണ് ദൈവം. അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആളുകളോട് കാരുണ്യവും കരുണയും വെച്ച് പുലർത്താം. ജീവനും പ്രത്യാശയും നൽകി അവരുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ് നൽകാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു.